ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ കമൻറ്റ് സെക്ഷൻ നമ്മുടെ ഏത് വീഡിയോ ഉണ്ടായിരുന്നു കമൻറ്റ് സെക്ഷൻ, എനിക്ക് തോന്നുന്നു ആ 11 വയസ്സ് ആ കുട്ടീൻ്റെ ഇഷ്യൂ ചെയ്ത അതിൻ്റെ കമൻറ്റ് സെക്ഷനിലാണെന്ന് തോന്നുന്നു. കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് അദ്വൈത എന്നല്ലേ പേര്, ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടീൻ്റെ ഇഷ്യൂ സംസാരിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഈ സൈഡല്ലേ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ കേസുക്കാരൻ്റെയും കൂടി വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇല്ലേ, ഞാൻ ചിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ലുട്ടു ആ മരമൂഞ്ചിനെ വിളിക്കുന്ന കേട്ടില്ല, ലുട്ടു. ഞാൻ ചിരിക്കാനുള്ള കാരണം ഐ ടു ഹാവ് എ ലുട്ടു ഇൻ മൈ ലൈഫ്. എനിക്കറിയുന്നൊരു ലുട്ടു ഉണ്ട്, ആകാശ്. എനിക്ക് അതിനകത്ത് ആ എൻറ്റയർ വോയിസ് ക്ലിപ്പിനകത്ത് അവള് അദ്വൈത അവനെ ലുട്ടു വിളിക്കുമ്പോണ്ടല്ലോ എൻ്റെ മൈൻഡിൽ എൻ്റെ ഫ്രണ്ട് ലുട്ടു ഉണ്ട്. എനിക്ക് അവനെ തന്നെ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു ഇതിലുണ്ടല്ലോ, ദ വേ ഷീ കോൾ ഹിം ലൊട്ടു തലമണ്ട അടിച്ച് പൊളിക്കണം അവൻ്റെ. അപ്പം ബാക്ക് ടു ദ കോണ്ടന്റ്. ഈ പറയുന്ന ഞാൻ ഈ റീല് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ജോഷ് ടോക്ക് പോലത്തെ ഒരു പേജിൻ്റെ അകത്ത്, ജോഷ് ടോക്കിലല്ല, അതുപോലെ ഈ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു പേജിൻ്റെ അകത്താണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് ഇത്. അപ്പം അതത്ര സീരിയസ് ഇഷ്യൂ ആക്കി അല്ലെങ്കിൽ അതൊരു ചർച്ച ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് ചർച്ചയാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ലെവൽ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്നും രക്ഷപ്പെട്ട, അങ്ങനെ തന്നെ പറയണം, യു ആർ വെരി ലക്കി, രക്ഷപ്പെട്ട ഒരു ആളാണ് അതു എന്ന് പറയുന്ന ഈ കുട്ടി. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എക്സ്ട്രീം ലെവലാണ്. ഓക്കെ, ഉണ്ട് ഇങ്ങനെ എക്സ്ട്രീം ലെവലായിട്ടുള്ള ആൾക്കാർ വേറെയും ഉണ്ട്. പിന്നെ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരു കോൾ എടുക്കാൻ 2 മിനിറ്റ് എങ്ങാൻ ലേറ്റ് ആയതിൻ്റെ പേരിൽ പൂരത്തെറി എന്ന് പറഞ്ഞാൽ പൂരത്തെറിയാണ്. ഓക്കെ, അമ്മയ്ക്കും എല്ലാവർക്കും പൂരത്തെറി. അതൊക്കെ നിങ്ങൾ കേസ് ഇറ്റ്സ് മീ കേസ് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ശിവജിത്തും കൂടെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു, സാത്താൻ അവനും കൂടെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അവരാന്ന് തോന്നുന്നു എനിക്ക് ഈ കോൾ റെക്കോർഡ് എക്സ്ക്ലൂസീവായി പുറത്ത് വിട്ടിട്ടുള്ളത്. നിങ്ങൾക്കത് പോയി കേൾക്കാം. വളരെ എന്താ പറയാ, മോശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലുട്ടു, എന്താ ലുട്ടു ഇത്, ലൊട്ടോ നിന്റെ തല. ഇവൻ വളരെ മോശം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിലാണ് ഈ കുട്ടീൻ്റെ അമ്മേനെ ചീത്ത വിളിക്കുന്നുള്ളത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ദേഹോപദ്രവം ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആ ഒരു റീലിൻ്റെ അകത്ത് ആ കുട്ടി വെക്കുന്നുണ്ട്. ആൻഡ് അവൻ്റെയും കൂടി ഫോട്ടോ ബ്ലർ ചെയ്യാണ്ട് കാണിച്ചതിൽ ഗ്രേറ്റ്, അങ്ങനെ തന്നെ കാണിക്കണം. കാരണം നാളെ ഇവൻ വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് ആ കുട്ടി മനസ്സിലാക്കണം ഇവനൊരു സൈക്കോ ആണെന്ന്. ഇവൻ വെറും സൈക്കോ അല്ല, വേറെ ലെവൽ സൈക്കോ ആണ് ഇവൻ ലുട്ടു. പിന്നെ അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഈ കുട്ടീനെ അടിച്ചിട്ടുണ്ട്, നാണം കെടുത്തിയിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, അങ്ങനെയുണ്ട്. ആക്ച്വലി ഇതുപോലെ ഞാനിത് കാണുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ഞാൻ അങ്ങനെയാണല്ലോ എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഗോ ആൻഡ് കൺസൾട്ട് എ ഡോക്ടർ. യു ഗൈസ് നീഡ് കൗൺസിലിംഗ്. നിങ്ങൾക്ക് കൗൺസിലിംഗ് വളരെ അത്യാവശ്യമാണ്. നാർസിസിസ്റ്റുകളുടെയും എൻഡാണ് നിങ്ങൾ, എക്സ്ട്രീമാണ് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്, അതായത് നിങ്ങളെ പാർട്ട്ണർ ഇത് കേട്ട് കുത്തിരിക്കുന്നത് നിങ്ങളെന്തോ വലിയ സംഭവമായതുകൊണ്ടാണ്, നിങ്ങൾ ദൈവമായത്, ഒരിക്കലും അല്ല. ഞാൻ പറയട്ടെ, പ്രണയം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ പ്രണയം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ പ്രണയിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ പോലും നമുക്ക് അടിപൊളിയായിട്ട് തോന്നും. നമ്മളത് എന്റർടൈൻ ചെയ്യും. അതാണ് ഈ പ്രണയത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത്. പ്രണയം അടിപൊളിയാണ്, ബ്യൂട്ടിഫുൾ ആണ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയാൻ കൊള്ളാം. പക്ഷെ ഇങ്ങനെയുള്ള ഓരോ ആൾക്കാർ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ദ വേർസ്റ്റ് ഫീലിംഗ് ഇൻ ദ വേൾഡ്. നമുക്ക് പിന്നെ ഒരാൾ പ്രണയം എന്ന് പറയുമ്പോൾ അങ്ങനെയാവും. ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ അവരെ അത്രയും പ്രണയിക്കുന്നത് കൊണ്ട് ഇവർ വിളിക്കുന്ന ഈ ചീത്ത വിളി അല്ലെങ്കിൽ ഇവർ ഈ ചെയ്യുന്ന സ്ലട്ട് ഷെയ്മിങ്, ഇവർ വെക്കുന്ന റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ആ സമയത്ത് തോന്നും. നമ്മളത് അനുസരിക്കും. വൈ? ബിക്കോസ് അവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോവരുത്. ബിക്കോസ് വി ലവ് ദം.
ആ ഒറ്റ കാരണം കൊണ്ട്, ബിക്കോസ് വി ലവ് ദം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരുടെ ഈ ടോക്സിസിറ്റി അല്ലെങ്കിൽ അവരുടെ ഈ നാർസിസിസ്റ്റ് സ്വഭാവം നമ്മൾ അങ്ങ് സഹിക്കാൻ തുടങ്ങും. ചെയ്യരുത്, ഡോണ്ട് ഡൂ ദാറ്റ്. അല്ലെങ്കിൽ അവർ നമ്മളെ ദേഹോപദ്രവം ചെയ്യുന്ന സമയത്ത് ഇത്രയും മോശമായിട്ട് നമ്മളെ അങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന നമ്മുടെ പാരൻസിനെ അടക്കം അവർ പറയുന്നത് നമ്മൾ കേൾക്കും. വൈ? ബിക്കോസ് വി ലവ് ദം. നോ, ഡോണ്ട് ഡൂ ദാറ്റ് ബേബ്സ്, ഡോണ്ട് ഡൂ. ചെയ്യരുത് അങ്ങനെ. അത് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് തന്നെയാണ് ഡിസ്ട്രോയ് ചെയ്യുക. അതിൽ നിന്ന് ഒന്ന് കരകവിഞ്ഞ് വരിക എന്ന് പറയുന്നതുണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഈസി തിങ്. ഒരിക്കലും അത് ഈസി അല്ല. ഓക്കെ, നമ്മൾ ഭയങ്കര ഒരു ഇതിലേക്ക് കടന്നു പോകും, ഒരു ട്രോമയിലേക്ക് നമ്മൾ കടന്നു പോകും. ഈ കുട്ടിയാണ്, യു ആർ വെരി ലക്കി. അതിൽ നിന്ന് ഒന്ന് ലെവലപ്പായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ വെരി ലക്കി. ലിവ് യുവർ ലൈഫ്. ഇതുപോലെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഫോട്ടോസ് ഇടണമെങ്കിൽ പെർമിഷൻ ചോദിക്കണം. ആർക്കൈവ് ചെയ്തത് പിന്നെ രണ്ടാമത് പിന്നെ ഷോ ഓൺ പ്രൊഫൈൽ കൊടുക്കണമെങ്കിൽ ഇവന്റെ ഇവൻ ആരാ? ഇവൻ ലുട്ടു, നീ ഏതാടാ നീ? ലൈക്ക് ഇവന്റെ ഫോട്ടോസ് എല്ലാവരും പോയി നോക്കിക്കോട്ടാ. എന്താ പറയാ, ആ കുട്ടീനെ പിന്നെ ചാർജർ വെച്ചൊക്കെ കഴുത്ത് മുറുക്കിയതിൻ്റെ ഫോട്ടോസ്, പിന്നെ മുഖത്ത് ഇടിച്ചിട്ട് ജോലൈനിന് ഒക്കെ പ്രശ്നം വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് തോന്നാം, വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാം. ദെൻ വൈ? എന്തിനാണ് ആ കുട്ടി നിന്നതെന്ന് തോന്നാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിക്കോസ് ഓഫ് ദാറ്റ് വേർഡ് ലവ്. നിങ്ങൾക്കത് അത്ഭുതമായിട്ട് തോന്നാം, പക്ഷേ ഇറ്റ് സ്റ്റിൽ എക്സിസ്റ്റ്. അങ്ങനെയുള്ള ആൾക്കാർ, ഈ പറയുന്ന പോലെ ആദുനെ പോലെയുള്ള ആൾക്കാരും ലുട്ടുവിനെ പോലെയുള്ള ആൾക്കാരും, ദേ സ്റ്റിൽ എക്സിസ്റ്റ്, ദേ സ്റ്റിൽ. ഓക്കെ, പക്ഷേ അറ്റ് സം പോയിന്റ് ഞാൻ പറയാലോ, അതിനി ചിലപ്പം വർഷങ്ങൾ എടുക്കുമായിരിക്കും, ബട്ട് അറ്റ് സം പോയിന്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ദേ വിൽ റിയലൈസ് ദാറ്റ് ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ലൈക്ക് ഹാപ്പി എൻഡിങ് ഉണ്ടാവില്ല ഇതിനൊരിക്കലും. വിൽ നെവർ ഗെറ്റ് ഹാപ്പിനെസ് വിത്ത് ദിസ് ഗൈ, നെവർ എവർ. ഓക്കെ, once a guy started slut shaming you, അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അവിടെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. ബിക്കോസ് ഹീസ് നോട്ട് അറ്റ് ഓൾ ഇൻ എ ലവ്. അവൻ ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കുന്നൊന്നുമില്ല. ഓക്കെ, അങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾ ഒരിക്കലും സ്ലട്ട് ഷെയ്മിങ് ചെയ്യില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടുകാരെ ഒരിക്കലും പറയില്ല, ഇത്രയും വൃത്തികെട്ട രീതിയിൽ നിങ്ങളുടെ അമ്മേനെയും അച്ഛനെയും ഒന്നും പറയില്ല. സോ നമ്മൾ ഈ നമ്മൾ എത്ര തന്നെ പ്രണയത്തിലാണ്, എത്ര തന്നെ നമ്മൾ അവരോടുള്ള എന്താ പറയുക അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അറ്റ് സം പോയിന്റ് നമ്മളത് റിയലൈസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഹീസ് നോട്ട് ദ വൺ എന്നുള്ളത്. അവിടെ ആ ഒരു റിയലൈസേഷൻ നമ്മുടെ തലക്കുള്ളിൽ വരുന്ന സമയത്ത് നമ്മൾ രക്ഷപ്പെട്ട്. ആ റിയലൈസേഷൻ വരുന്നത് വരെ നിങ്ങൾക്ക് ഈ ലുട്ടുനെ പോലെയുള്ളവർക്ക് ആയുസുള്ളൂ. ഈ ആദുനെ പോലെയുള്ളവരുടെ ലൈഫിൽ ലുട്ടുനെ പോലെയുള്ളവർക്ക് അതുവരെ ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ യു ഗൈസ് ആർ ഡൺ ബ്രോ, നിങ്ങൾ കഴിഞ്ഞു. ഓക്കെ, സോ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോടാണ്, ഇഫ് യു ഗൈസ് ആർ ഇൻ ദിസ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, എൻഡ് ഇറ്റ്. ഓക്കെ, എൻഡ് ഇറ്റ്. ഇവരെ കൊണ്ട് ഒരിക്കലും മാറാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ സ്നേഹം കൊണ്ട് ഇവരെ മാറ്റാൻ പറ്റും എന്നുള്ളത്. നോ, സേവ് മൈ വീഡിയോ, ഞാൻ എഴുതി തരാം. നോ, ഇവരെ കൊണ്ട് ഒരിക്കലും മാറ്റാൻ പറ്റില്ല, ഒരിക്കലും. അത് നിങ്ങൾ എന്നല്ല, ഇനി ആരവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും ദേ വോണ്ട് ചേഞ്ച്. ദേ വോണ്ട്, ഐ റിപ്പീറ്റ്, ദേ വോണ്ട് ചേഞ്ച്. ഓക്കെ, പിന്നെ പറ്റും എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വയം മനസ്സിലാക്കിയിട്ട് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എനിക്ക് വേണം. ഈ പറയുന്ന പോലെ നാർസിസിസ്റ്റ് ആയിട്ടുള്ളവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് വേണം. എന്നെ ഇത്രയൊക്കെ ടോളറേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഹി വാസ് ദെയർ എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോ കൺസൾട്ട് എ ഡോക്ടർ. കൗൺസിലിങ്ങിന് പോവുക, പ്രോപ്പറായിട്ട് കൗൺസിലിങ്ങിന് പോവുക. നിങ്ങളുടെ മൈൻഡ് എന്താണെന്ന് തിരിച്ചറിയുക. അത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു ലൈഫേ ഉണ്ടാവില്ല. ഈ നമ്മുടെ ലുട്ടുമോനെ പോലെയുള്ള സ്വഭാവമുള്ള ആൾക്കാർക്കാണ് ഞാൻ പറയുന്നത്, ഐ സ്വെയർ നിങ്ങൾക്കൊരു ലൈഫേ ഉണ്ടാവില്ല, ഒരു ഹാപ്പി ലൈഫ്. ഓക്കെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇങ്ങനെ സപ്രസ് ചെയ്ത് എല്ലാത്തിനും റെസ്ട്രിക്ട് ചെയ്തിട്ട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നീ അത് ചെയ്താൽ നീ അതാണ്, ഇത് ചെയ്താൽ നീ ഇതാണ്, നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യും, നീ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും.
വേദനിപ്പിക്കുക, ഇതുപോലെയുള്ള വീട്ടുകാരെ ചീത്ത വിളിക്കുക, സ്ലട്ട് ഷെയ്മിങ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഹാപ്പിനെസ് കിട്ടുമായിരിക്കും. എത്ര കാലം നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടും ഇതിൽ? സോ ഡിയർ ഗേൾസ് ആൻഡ് ബോയ്സ്, പ്ലീസ് ഇതുപോലെയുള്ള ആൾക്കാരെ ഒന്നും ഡേറ്റ് ചെയ്യാണ്ടിരിക്കാൻ